പാവം കെയർടേക്കർ പവി കെയർടേക്കർ ദിലീപ് ചിത്രം തിയേറ്ററുകളിലെത്തി ഇന്നത്തേക്ക് 3-ാം ദിവസം ആദ്യത്തെ ഞായർ. ഇന്നത്തോടുകൂടി ഈ ചിത്രത്തിൻ്റെ ഗതി ഒരു തീരുമാനത്തിലെത്തും. ഈ ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് ഏതാണ്ട് 10 കോടിയോളമാണെന്നാണ് കേട്ടറിവ്. ആദ്യത്തെ 2 ദിവസം കൊണ്ട് തന്നെ ഏതാണ്ട് 2 കോടിയോളം രൂപ ഇന്ത്യയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തു അത്രേ. ഇന്നത്തെ ഞായറാഴ്ചത്തോടു കൂടി കളക്ഷനും റെസ്പോൺസും അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനമാകും. ഇന്ന് കുടുംബ പ്രേക്ഷകർ തിയേറ്ററുകളിലെത്തുന്ന ദിവസമായിരിക്കും. അതുകൊണ്ട് അവർ വിധി നിശ്ചയിക്കും. എന്തായാലും ഈ സിനിമ കണ്ട് ഒരു വിധി എഴുതാൻ മുതിരുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങൾ തന്നെ കേട്ടു നോക്കൂ. ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ നിങ്ങളെ ഇത് എൻ്റെ 149ാമത്തെ സിനിമയാണ്. ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ്. ദിലീപിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി. വളരെ സങ്കടകരമായൊരവസ്ഥ. ഈ അടുത്തിറങ്ങിയ എല്ലാ ദിലീപ് ചിത്രങ്ങളും സാമ്പത്തികമായി വൻ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം വലിയ പ്രതീക്ഷയോടെ ഇറങ്ങുന്ന ഒരു സിനിമയാണ് പവി കെയർടേക്കർ. അതുകൊണ്ട് തന്നെ ഈ സിനിമ കണ്ടാലും മോശമാണെങ്കിൽ ഇതിനൊരു റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല സത്യത്തിൽ. എന്നാലും ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയ്ക്ക് സ്വന്തം നിലയ്ക്ക് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ മുതിരുന്നില്ലെങ്കിൽ പോലും പൊതുവെ പറഞ്ഞു കേൾക്കുന്ന കുറച്ച് അഭിപ്രായങ്ങൾ നമുക്ക് കേട്ടു നോക്കാം. തീർച്ചയായും അതിനകത്ത് പോസിറ്റീവായിട്ടും നെഗറ്റീവായും ഈ സിനിമയെപ്പറ്റി പറയുന്നുണ്ട്. ഈ പറയുന്ന അഭിപ്രായങ്ങളെല്ലാം അവരുടേത് മാത്രമാണ്. ആ നിലയ്ക്ക് നിങ്ങൾ എടുത്താൽ മതി. എന്നിട്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്തുക. തീർച്ചയായും ഒരു സിനിമ എന്ന നിലയ്ക്ക് കാണേണ്ടതാണ്. എന്നിട്ട് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ആ കാര്യത്തിൽ സംശയമില്ല. തിയേറ്ററിൽ പോയി സിനിമ കാണണം. പക്ഷേ പൊതുജനങ്ങളുടെ കണ്ടവരുടെ അഭിപ്രായങ്ങളും റിവ്യൂകളും എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ആസ് യൂഷ്വൽ പുള്ളിക്കാരൻ്റെ സിനിമ എപ്പോഴും നമ്മളെ ചിരിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ തിയേറ്ററിൽ ഫുൾ ഓളമാണ്. ലാഗോ അല്ല ഓവർ ആക്ടിങ് ആയിട്ട് നമുക്ക് ഓവറായിട്ടൊന്നും തോന്നില്ല. ഇവിടെ കാണിക്കുന്ന എല്ലാ ഇതിലും കോമഡികളാണ്. സൂപ്പർ, പ്രതീക്ഷിച്ചേക്കാട്ടി സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. കുടുംബ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതും നമ്മളെ കണ്ണ് നനയിക്കുന്നതും അതുപോലെ കൊടുക്കുന്ന പൈസക്ക് നല്ല ഫലമാണ്. ഇനി നമുക്ക് ഒരു സിനിമ റിവ്യൂവറുടെ അഭിപ്രായം ഒന്ന് കേട്ടു നോക്കാം. ആണെങ്കിൽ നമുക്ക് കുടുംബവും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആയിട്ട് തിയേറ്ററിൽ പോയിട്ട് ധൈര്യമായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു ഫീൽ ഗുഡ് സിനിമ. അതുപോലെ ഇനിയാണ് ആറാട്ടണ്ണൻ്റെ വരവ്. കേട്ടു നോക്കുക. ഇത് ജനപ്രിയ നായകന്റെ തിരിച്ചുവരവ് തന്നെയാണ്. ദിലീപേട്ടൻ. അപ്പോൾ ആറാട്ടണ്ണൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അതിലൊരു സംശയമില്ലല്ലോ. ദിലീപേട്ടൻ്റെ തിരിച്ചു വരവ്. അപ്പം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. അപ്പോൾ കേട്ട് കഴിഞ്ഞല്ലോ. ഇനി സിനിമ റിവ്യൂവേഴ്സിൻ്റെ ഒരു തലതൊട്ടപ്പൻ അല്ലെങ്കിൽ രാജാവുണ്ട്. അതാരുമല്ല മറ്റാരുമല്ല അശ്വന്ത് കോക്കനെ. കോക്കൻ എന്താണ് പറയാനുള്ളത് നോക്കാം. വളരെ സരസമായിട്ടാണ്, ശ്രദ്ധിച്ചോളൂ. നല്ല രസകരമായി ഒപ്പിക്കുന്നുണ്ട് ആ കാര്യം. ആരംഭിച്ച് ദിലീപും ഒരു പട്ടിയും അങ്ങനെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് പരിപാടി മനസ്സിലായി. ഇത് ടിപ്പിക്കൽ ദിലീപ് സാധനമാണ്. സ്ലാപ്സ്റ്റിക്ക് വെബൽ. അണ്ണാ ധൈര്യമായിട്ട് അങ്ങോട്ട് പറയേ. എന്തിനാ പേടിക്കുന്നത്? അണ്ണന് പേടിയില്ല എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? അങ്ങ് പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് സ്ട്രിക്ട്ലി പേഴ്സണലാണ്. കാരണം ഇത് പറയാൻ കാരണം ഈ സിനിമ കണ്ടിട്ട് ഒരുപാട് സ്ത്രീകൾ, കുട്ടികൾ, കുടുംബങ്ങൾ ഒക്കെ ഭീകരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ സ്ലാപ്സ്റ്റിക്ക് കണ്ടു കഴിഞ്ഞാൽ അടുത്ത കാലത്ത് പണ്ടൊക്കെ ചിരിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കുട്ടികൾക്ക് കണ്ട ചിരി വരെയായിരിക്കും. ഞാനും കുട്ടി എന്ന സമയത്ത് ചിരിച്ചാണ്. ഇപ്പോൾ ഇനി മറ്റൊരു കൂട്ടരുടെ അഭിപ്രായം അറിയാം നമുക്ക്. ഒരുപാട് പേരുടെ നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റില്ല അല്ലേ? കുറച്ച് പേരുടെ എടുത്ത് പറയേണ്ട ആൾക്കാരുണ്ട്. കാരണം ഫസ്റ്റ് നമുക്ക് ദിലീപിന്റെ തുടങ്ങണോ അതോ പോസിറ്റീവ് ആണെങ്കിൽ തുടങ്ങാൻ പറ്റില്ലല്ലോ? അത് പറ്റില്ല. അപ്പം വേണ്ട നെഗറ്റീവ് ആണെങ്കിൽ പറയേണ്ട ചേട്ടന്മാർ. നമുക്കെന്തിനാ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കണം? ദിലീപ് തന്നെ പറയട്ടെ. എല്ലാവർക്കും ഒരേപോലെ എല്ലാവർക്കും ഈ സിനിമ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷം. അപ്പൊ സന്തോഷം പങ്കുവെക്കാനാണ്. അപ്പം ഈ സിനിമ കണ്ടവരുടെ അഭിപ്രായം കൂടെ കേൾക്കാം. പഴയ ദിലീപേട്ട വിനീത് കുമാർ തിരിച്ചു പോകണമെന്നല്ലേ വളരെ നന്ദി. പിന്നെ അതിന്റെ സംവിധായകൻ കോമഡി ഉണ്ട്, അത്യാവശ്യം ഫാമിലിക്ക് കാണാൻ പറ്റിയ സിനിമ. കുറെ കാലം കാത്തിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ. നന്നായിട്ട് സിനിമ ആൾക്കാരെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഫീലിങ്സ് ഒക്കെ നന്നായിട്ട് തകർക്കാൻ നോക്കിയതാ ദിലീപേട്ട. പലരും നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ട് ഒരിക്കലും ആളെ താഴ്ത്താൻ പറ്റില്ല. ജനപ്രിയ നായകൻ തന്നെ. നല്ല അടിപൊളി സീരിയല്
സീരിയൽ സെറ്റപ്പ് ഈ ചാളിപ്പടം പഴയ കുപ്പിയിൽ അതിലും പഴയ അച്ചാറുമായിട്ട് ദിലീപ് വന്നിരിക്കും. അയാൾ കുറെയൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പുതിയ എന്നാലും പഴയ ഒരു മാറ്റമൊന്നുമില്ല. പഴയ ചളിപ്പടം തന്നെ, ചളി കോമഡിയും. എൻ്റെ ഈശ്വര, അതെന്ത് പറ്റിയത്? ഇന്നലെ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞവർ ഒരു ദിവസം കൊണ്ട് മനുഷ്യരൊക്കെ മാറിയോ? അതിനെക്കാട്ടും നല്ല വീട്ടിൽ നിന്ന് സീരിയൽ കാണുന്നു. സീരിയൽ പരമ്പരയായി മാറി. എങ്ങനെ ദിലീപേട്ടൻ ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. ദിലീപേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാവോ? ഒരു രക്ഷയില്ല. ഒരു പ്രതീക്ഷയില്ല. കോമഡി ഒക്കെ കോമഡി വെറും ബാൽഗറ, വെറും ചാവറ. അതൊരു 10 വർഷം മുമ്പ് സ്റ്റോറിയില്ല, യൂണിക്കില്ല, ഒന്നുമില്ല. ദിലീപ് അങ്ങനത്തെ പോരാ. നമ്മുടെ പഞ്ചാബി ഹൗസും പെട്ടെന്ന് അത്രയ്ക്കാണ് എത്തിയില്ല. കാണികൾ പലവിധമല്ലേ, പല അഭിപ്രായങ്ങൾ കാണും. കഴിഞ്ഞ 2-3 ദിലീപ് സിനിമകളെക്കാൾ എത്രയോ ബെറ്റർ സിനിമ, കോമഡി ഒരുവിധം നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് ദിലീപ് ടൈപ്പ് തമാശയാണെന്ന് മാത്രം, ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് കോമഡിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതിഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ഉണ്ട്, ദിലീപിനെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ. അവർക്ക് രസിച്ചിരിക്കാവുന്ന, ഈ വേനൽക്കാലത്ത് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ അത്രമാത്രം കണക്കാക്കിയാൽ മതി. ഇപ്പം നമുക്ക് ദിലീപിൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. അപ്പം നമുക്ക് ആ സിനിമയൊന്ന് കാണാൻ തോന്നും. ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ നിങ്ങളെ, ഇത് എൻ്റെ 149ാമത്തെ സിനിമയാണ്. ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ്.